ഹായ് എവരിവൺ, ലീനസ് ബോൺസായി ഡെസ്റ്റിനേഷൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാമറിൻ ഗ്രൂപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 21 ടാമറിൻ്റെ ഏകദേശം ഒരു 4-5 വർഷമായിട്ട് വളർത്തുന്ന ഡിഫറെൻറ്റ് ഹൈറ്റും ഡിഫറെൻറ്റ് സൈസുമുള്ള ടാമറിൻ്റെ കൂട്ടിയിട്ട് ഇത് ഹാൻഡ് മെയ്ഡ് പോട്ടാണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഏകദേശം ഒരു 28 അടി 30 28 ഇഞ്ച് 30 ഇഞ്ച് നീളവും ഒരു 18 ഇഞ്ച് വീതിയുമുള്ള ഒരു പോട്ടാണ്. ഇതിലോട്ടാണ് നമ്മൾ 21ഓളം ടാമറിൻഡ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എങ്ങനെ ചെയ്യണമെന്നുള്ള പല സംശയങ്ങളും പലരും പറഞ്ഞിരുന്നു, ഒന്ന് ചെയ്ത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പല വ്യൂവേഴ്സിൻ്റെയും താല്പര്യപ്രകാരം ഒരു നല്ലൊരു ഗ്രൂപ്പ് ശരിയാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് വരിക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 21 ടാമറിൻ്റാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വണ്ണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഏകദേശം ഒരു ഇഞ്ചിന് മുകളിലുള്ള ഇതാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ കുരുവിട്ട് പിടിപ്പിച്ച സീഡ്ലിംഗ് ആണ്. അപ്പോൾ ഇതുണ്ട്, ഈ വണ്ണം വെച്ച് കിട്ടണമെങ്കിൽ തന്നെ ഈസി ആയിട്ട് കിട്ടും. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. പുളിങ്കുരു വെറുതെ ഇട്ടിട്ട് പിടിപ്പിച്ച് വളർത്തിയെടുത്ത ഇതാണ് ഞാൻ വെക്കാൻ പോകുന്ന 21 അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്നതിന് മുമ്പ് ഈ പോട്ടിലോട്ട് നമ്മൾ ആവശ്യത്തിന് പോട്ടിംഗ് മിശ്രിതം നിറച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ പ്ലാന്റും അതനുസരിച്ച് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു സിംഗിൾ പ്ലാന്റ് വെക്കുന്ന പോലെ അല്ല. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ വെച്ച് നോക്കി ആ പ്ലാന്റിൻ്റെ ഷേപ്പും ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഗ്രൂപ്പുണ്ട്. ഫോറസ്റ്റ് ടൈപ്പ് ഉണ്ടാക്കി വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ലീഡറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിനോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഹൈറ്റും തിക്നെസ്സും വെച്ചുകൊണ്ട് അത് ഒരു ഗ്രൂപ്പാക്കാം. അത് കൂടാണ്ട് രണ്ട് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് വെക്കാറുണ്ട്. ഒരു ഗ്രൂപ്പ് ഇവിടെയും ഒരു ഇത്തിരി കൂടി ഡിസ്റ്റൻസിൽ ഒരു ഗ്രൂപ്പും കൂടി വെക്കണം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സിംഗിൾ ഗ്രൂപ്പാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ്, തിക്നെസ് വൈസും ഹൈറ്റ് വൈസിലുമുള്ള ബെസ്റ്റ് പ്ലാന്റ് ലീഡർ എന്ന് പറയും. ഈ ലീഡറിനെ ആദ്യം പ്ലേസ് ചെയ്യുക. ലീഡറിനെ പ്ലേസ് ചെയ്തിട്ട് ലീഡറിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലീഡറിനെ സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത പ്ലാന്റ് വെച്ച് പോരുക. അപ്പോൾ നമ്മളുടെ മനസ്സിലൊരു പിക്ചർ വേണം, എങ്ങനെയാണ് ഫോറസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു സെയിം ലൈനിൽ കൊണ്ടുവന്ന് ഒരു പാരലൽ ലൈനിൽ കൊണ്ടുവന്ന് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. എല്ലാ പ്ലാന്റുകളും വിസിബിൾ ആയിരിക്കണം. ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പാടില്ല. വേറൊരു പ്ലാന്റിൻ്റെ ബ്രാഞ്ച് വന്ന് മറ്റൊരു ബ്രാഞ്ചിനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പെക്സ് ഹൈറ്റ് കൂടിയ പ്ലാന്റിൽ നിന്ന് കോണിക്കലായിട്ട് ഷേപ്പ് വൈസിൽ വേണം വരാൻ. നമ്മൾ ഒരു ഫോറസ്റ്റിൽ ചെന്ന് ഒരു ഡിസ്റ്റൻസിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിൻ്റെ ഭംഗി എങ്ങനെ ആസ്വദിക്കാൻ പറ്റും. അത് നമ്മൾക്ക് ഇത് ഫുൾഫില്ലായി കഴിയുമ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ആ ഒരു ഡൈനാമിക് ഫീൽ നമുക്ക് കിട്ടണം. അതാണ് നമ്മളുടെ ചെയ്യുന്ന വർക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ ഉള്ള ഔട്ട്പുട്ട് നമുക്ക് ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഒന്ന് വ്യത്യാസമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടുത്തി നോക്കാം.
ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് പോട്ടിംഗ് മിശ്രിതം ചെയ്യണം. പോട്ടിംഗ് മിശ്രിതം എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് മാത്രമേ പിന്നെ ഇത് നമുക്കിത് പൊസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പോട്ടിംഗ് മിശ്രിതം കുറച്ച് നിറക്കണേ. ഓക്കെ, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഹാഫ് ഓഫ് ദ പോർഷൻ പോട്ടിംഗ് മിശ്രിതം ഫില്ല് ചെയ്തു. ഇനി ഇതിലോട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേസ് ചെയ്ത് വരുമ്പോൾ ഈ 20 പ്ലാന്റ് കൂടി നമുക്ക് പിടിച്ച് ഇവനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പ്ലാന്റും നമ്മൾ പ്ലേസ് ചെയ്ത് പോകണം, ഭംഗിയായിട്ട് പ്ലേസ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒരു ലീഡർ ഫ്രണ്ടിൽ വരിക. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏകദേശം ഭംഗിയായിട്ടുള്ളൊരു ട്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ അൺവാണ്ടഡ് ബ്രാഞ്ച് നമ്മൾ കളയുകയാണ്.
അപ്പോൾ നമ്മൾ 23 പ്ലാന്റാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. 23 പ്ലാന്റ് പ്ലേസ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈച്ച് ആൻഡ് ഒരു പ്ലാന്റ് ട്രങ്ക് വിസിബിൾ ആയിരിക്കണം. ഒരു പ്ലാന്റിനെ ഒബ്സർവ് ചെയ്യാൻ പാടില്ല. മറ്റൊരു പ്ലാന്റിൻ്റെ ബ്രാഞ്ച് വേറൊരു പ്ലാന്റിനെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഹൈറ്റ് ഏകദേശം ലെവലായിരിക്കണം. ലീഡർ ഫ്രണ്ടിലായിരിക്കണം. ഹൈറ്റ് വേണം. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം പോട്ടിൻ്റെ വിഡ്ത്തിനേക്കാളും ഹൈറ്റ് ആയിരിക്കണം നമ്മളുടെ ലീഡറിന്. അങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ എല്ലാം ഏകദേശം ഒന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, 23 പ്ലാന്റ് എടുത്ത് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ 23 പ്ലാന്റിനെ കൺസീവ് ചെയ്യാൻ പറ്റിയ അതിനാവശ്യമുള്ള മണ്ണ് കിട്ടുമെന്ന് ആദ്യം നോക്കിയിട്ട് വേണം ഈ പരിപാടി ചെയ്യാൻ. വെറുതെ ഒരു സ്ലാബും എടുത്ത് വെറുതെ ഒരു ട്രൈവ് എടുത്തിട്ട് ഈ 23 പുളീനെ പിടിച്ച് പിന്നെ 23 പുളീനെ എടുത്തിട്ട് ഒരു ട്രൈയിലോട്ട് വെച്ചിട്ട് ഗ്രൂപ്പാകാന്ന് വെച്ചാൽ നടക്കൊന്നുമില്ല. ഇത് സഫിഷ്യൻ്റ് ഈ ഒരു പാത്രത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയറിയാം. ഇതിൻ്റെ അകത്തൊരു 5 പുളി സുഖമായിട്ടിരിക്കും. ഇതുപോലത്തെ ഒരു 6 ക്വാണ്ടിറ്റി മണ്ണാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് കൂടാണ്ട് ഞാൻ ഇതിന് ഇപ്പോൾ ഇത്തിരി എക്സ്ട്രീം ഹോട്ട് ടെമ്പറേച്ചർ ആയതുകൊണ്ട് അവനെ സർവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊക്കോപീറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ തണുപ്പ് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ മോർ ദൻ ഇനഫ് മണ്ണാണ് ഇതിനുള്ളത്. ആവശ്യത്തിന് മണ്ണുണ്ട്. ഇനി ഇവനെ ഗ്രോ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, ഒരു ഡെൻസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് നോക്കി കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ പുളി ഞാൻ ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സീഡ്ലിങ് ഇട്ടൊക്കെ കുരുവിട്ട് മുളപ്പിച്ചിങ്ങനെ എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ ധാരാളം പേര് ചോദിച്ചിരുന്നു ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഗ്രൂപ്പ് ചെയ്യാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പറേഷനാണ് വേണ്ടത്. ഓരോ പ്ലാന്റും അതനുസരിച്ച് വളർത്തി വെച്ചിട്ട് വേണം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി. വീഡിയോ ഒരു ലെങ്ത് വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ തന്നെ കാണണം, ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം ആഗ്രഹമുള്ളവർ ചിലപ്പോൾ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് കളയണവരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പെട്ടെന്നാരും അങ്ങനെ അങ്ങോട്ട് ഗ്രഹിക്കുമെന്ന് പറയണില്ല. ഇങ്ങനെ ഒരു വലിയ പോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക, ഇത്രയും പ്ലാന്റ് അറേഞ്ച് ചെയ്യുക, 23 പ്ലാന്റ് അറേഞ്ച് ചെയ്യുക, അതിനെ ഷേപ്പാക്കി കൊണ്ടുവരിക, 5-6 കൊല്ലം ഈ പ്ലാന്റ് നോക്കുക, എന്നിട്ട് വേണ്ട പോട്ടിങ് മിശ്രിതമെല്ലാം ശരിയാക്കുക. അങ്ങനെ ഇപ്പോൾ ചെയ്തപ്പോൾ തന്നെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. അപ്പോൾ വീഡിയോ നീണ്ടു പോകണത് പ്രോസസ്സ് നീണ്ടു പോകണതാണ്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അധ്വാനമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇതുപോലെ ഗ്രൂപ്പുകളൊക്കെ വേറെ എന്തെങ്കിലും പ്ലാന്റുകളുണ്ടെങ്കിൽ ഗ്രൂപ്പുകളൊക്കെ ആക്കി ചെയ്യാൻ നോക്കുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്,
ഓക്വേർഡായിട്ടിരിക്കുന്നത്, അൺയൂഷ്വലായിട്ടിരിക്കുന്നത്, അൺഷേപ്പായിട്ടിരിക്കുന്ന ഏത് പ്ലാന്റുകളും ഒരു 10-15 ഉണ്ടെങ്കിൽ എടുത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. അപ്പോൾ പിന്നൊരു കാര്യം ചെയ്യുക, ഫൈക്കസും മറ്റ് പ്രേരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് പുളിയുമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പുളിക്ക് കൊടുക്കേണ്ട കെയറും പിന്നെ പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ പുളി പിടിക്കുകയുള്ളൂ. ഞാനിങ്ങനെ അത് ചെയ്ത് ഇത് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്ടൺ ചെയ്ത് എല്ലാം ചെയ്തു. പക്ഷേ ഞാനതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വളരാൻ പറ്റിയ എല്ലാ സർക്കംസ്റ്റൻസും ശരിയാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പുളി കുറേയെണ്ണം എടുത്തിട്ട് ഒരു സ്ലാബിലോട്ട് കയറ്റിയാൽ പിടിക്കില്ല. അതിനാവശ്യമായ വളം സഫിഷ്യൻറ്റ് പോട്ടിംഗ് മിശ്രിതം ഇത്ര സാധനം വേണം. അതുപോലെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തണലത്ത് ഒരു നെക്സ്റ്റ് സ്പൗട്ടിങ് വരുന്നവരെ തണലത്ത് മാത്രം വെക്കാൻ പാടില്ല, 2 നേരം നനച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ലീനസ് ബോൺസായി ഡെസ്റ്റിനേഷൻ. താങ്ക് യു.